ശ്രീ രാജീവ്, ഇപ്പോൾ ഏതു സർക്കാർ ഏതു പാർട്ടി എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെയും സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വക്താക്കളുടെയും ഒക്കെ അവകാശവാദങ്ങളാണ്. അതിനപ്പുറത്ത് വ്യാവസായിക സമൂഹം, സംരംഭക സമൂഹം ഒക്കെ ഇതിനെ കാണുന്നത് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, തങ്ങൾക്ക് വലിയ പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കാൻ, നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, തൊഴിൽ നൽകാനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ആയിട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു പശ്ചാത്തലം, അങ്ങനെ ഒരു പരിസരം ഉരുവപ്പെട്ട് വരുന്നുണ്ടോ? ഇന്ന് ഗ്ലോബൽ ഇൻവെസ്റ്റ് കേരള മീറ്റ് അത് യഥാർത്ഥത്തിൽ കേരളത്തിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു പുതിയൊരു ഉദയമാണ്. ഒരു വിപ്ലവകരമായ ഒരു മുന്നേറ്റം നടത്താനുള്ള എല്ലാ രീതിയും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കമാണ്. നമുക്കത് എത്രത്തോളം മുതലെടുക്കാം എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മൾ ഈ രാഷ്ട്രീയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ചതുകൊണ്ടോ ഒന്നും തന്നെ വലിയൊരു എന്താ പറയുക, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നില്ല. കാരണം നമ്മൾ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിനകത്തുള്ള ജനങ്ങൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ കുടിയേറ്റക്കാരായിട്ടുള്ള ഒരു സ്വഭാവമുള്ള മലയാളി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കുടിയേറിക്കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ളത്. സ്വാഭാവികമായും മിഡിൽ ഈസ്റ്റിലും മറ്റ് യൂറോപ്യൻ കൺട്രിയിലും അമേരിക്കയിലും മറ്റൊക്കെ. പക്ഷേ നമുക്കിപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ അറിയാം, എല്ലാ ഭാഗത്തു നിന്നും തിരിച്ചയക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മളെ മുന്നിൽ കാണുന്നത്. ഇപ്പോൾ ഗൾഫ് കൺട്രിയുടെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇലക്ട്രിക് വെഹിക്കിളും മറ്റൊക്കെ ലോകത്തിലൊരു വിപ്ലവകരമായ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുക. അവിടെയും തൊഴിലവസരങ്ങൾ കുറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ള അവസരങ്ങൾ നമ്മളത് പരമാവധി മുതലെടുക്കാൻ വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം AI കാലഘട്ടമാണ്. AI കൺട്രോൾ ചെയ്യുന്ന റോബോട്ട്സ് തൊഴിൽശാലകളിൽ വർക്ക് ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും തൊഴിൽ നഷ്ടപ്പെട്ട് മലയാളി തിരിച്ചു വരുന്നൊരവസ്ഥയുണ്ടാകും. അപ്പം മലയാളി ഇവിടെയുള്ള അവസ്ഥ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം നമ്മളെ അവസരങ്ങൾ മുതലെടുക്കാൻ പറ്റുമോ, എത്രത്തോളം ലോകത്തിൻ്റെ മുന്നിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ ഇവിടെ നിന്നുകൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതൊരു കൂട്ടായ പ്രയത്നത്തിലൂടെ കൂടി മാത്രമേ നടക്കത്തുള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞത് കൊണ്ടോ കാര്യങ്ങൾ ഇത് പറഞ്ഞത് കൊണ്ടോ എവിടെയും എത്താൻ പറ്റാത്ത, ഇനിയും നമ്മൾ സമയം ഡിലേ ആക്കുകയാണെങ്കിൽ നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഒരു സംരംഭകൻ എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി.